ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എഡ്യൂവാലറ്റ് 2.0. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ഡേ വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് മെയ് 7th ആണ്. നമുക്ക് +2 റിസൾട്ടിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. മെയ് 9th on 3 PM ആണ് നമ്മുടെ +2 റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ +2 റിസൾട്ട് പബ്ലിഷ് ചെയ്താൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ടെൻഷൻ. 2 ദിവസത്തിന് മുന്നേ ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ മിസ്സിന് ഒരുപാട് ടെൻഷൻ ഉണ്ട്. കാരണം മിസ്സിന് കുറച്ച് ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ക്രാഷ് ബാച്ച് ഉണ്ടായിരുന്നു. അതൊന്നും പോരാതെ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ചാനൽ കണ്ട് എക്സാം ടൈമിലൊക്കെ ഒരുപാട് പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. മിസ്സിന് മെസ്സേജ് അയക്കാറുണ്ട്. ഓരോ കുട്ടികളും ഓരോ എക്സാമും കഴിഞ്ഞ് നമുക്ക് റിപ്ലൈ തരാറുണ്ട്. ആ എക്സാം എളുപ്പമായിരുന്നു, മിസ് ഇത് കുറച്ച് ടഫായിരുന്നു ഒക്കെ തരാറുണ്ട്. അപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ടെൻഷൻ എനിക്കാണ്. കാരണം നമുക്ക് ഓരോ റിസൾട്ട് എങ്ങനെയായിരിക്കും, നമ്മളെല്ലാ സ്റ്റുഡൻസിനും ഓക്കെ ആയിരുന്നു, അവരെല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത് ഒരു എക്സൈറ്റ്മെന്റിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് ഹോപ്പ്, അതായത് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ നമ്മുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ മുൻകൂട്ടിയിട്ടൊന്ന് കാണുകയാണ് നമ്മുടെ +2 റിസൾട്ട് ഓൺ 2024 മെയിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന +2 റിസൾട്ട് എങ്ങനെയായിരിക്കും. അതായത് നമുക്ക് ഫേവറബിൾ ആയിരിക്കുമോ, ഏവറേജ് സ്റ്റുഡൻസ് ഉണ്ട്, A+ പ്രതീക്ഷിച്ച കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട കുട്ടികളുണ്ട്, അവർക്കൊരു ഹോപ്പ് ഉണ്ടാകുമോ, എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കൊമേഴ്സ് സ്ട്രീമിലെ സ്റ്റുഡൻസിനാണ്, നമുക്കറിയാം എഡ്യൂവാലറ്റ് 2.0 എന്ന് പറയുന്നത് കൊമേഴ്സ് സെക്ഷനാണ് ഡീൽ ചെയ്യുന്നത്. എഡ്യൂവാലറ്റ് ചാനലാണ് സയൻസ് ബാച്ച് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോസ് വരും. സയൻസ് കുട്ടികൾക്ക് വേണ്ട കംപ്ലീറ്റ് വീഡിയോസ് ഇതിന് അപ്ഡേറ്റ് ആയിട്ട് വരും. നമുക്ക് കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ വീഡിയോസ് വരും. ഇനി ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് +2 റിസൾട്ട് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യണം, +2 റിസൾട്ട് നിങ്ങൾ എന്തൊക്കെ നോക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, സേ എക്സാം ആരൊക്കെ എഴുതണം, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കുമോ, സേ ആൻഡ് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് എപ്പോൾ വരും, നമ്മളത് ചെയ്യുന്നതിന്റെ ഗുണം എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇനി കമ്മിങ് 2-3 ഡേയ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ ചാനൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസൾട്ട് വരുന്നത് മെയ് 9th on 3 PM ആണ് റിസൾട്ട് വരുന്നത്. ഇപ്പോൾ നാളെ SSLC സ്റ്റുഡൻസിനാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് പിറ്റേസ് ആദ്യമായാണ് ഇത്രയും നേരത്തെ, മീൻസ് ഏപ്രിലിൽ ഒരു തവണ റിസൾട്ട് വന്നിരുന്നു 10th ഒക്കെ. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം തോന്നുന്നു. നമ്മളിപ്പോൾ ഈ കൊറോണയുടെ ആ ഒരു ടൈമിൽ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നു ഏപ്രിലിൽ. അത് കൂടാതെ മെയ് 1st വീക്കിൽ വരുന്നത് ഇത് ഫസ്റ്റ് ടൈം ആണ്. നമുക്ക് കഴിഞ്ഞ വർഷം വന്നത് മെയ് 25th നമുക്ക് റിസൾട്ട് വന്നിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കൊമേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വാല്യുവേഷനും എല്ലാം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വാല്യുവേഷൻ നല്ല പോലെ ഡിഫിക്കൽട്ട് ആൻഡ് നല്ല പോലെ പിടിച്ചും ടഫായിട്ടും നല്ല റെഗുലർ ടൈപ്പിലൊന്നും അല്ല അവർ നോക്കിയിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ വാല്യുവേഷൻ നല്ല രീതിയിൽ സ്മൂത്ത് ആണ്. എന്ന് വെച്ചാൽ നല്ല ലിബറൽ ആയി നോക്കിയിട്ടില്ല, നല്ല പിടിച്ച് ടഫായിട്ട് നോക്കിയിട്ടില്ല. ഒരു ഏവറേജ് എങ്ങനെയാണോ നോർമലി നോക്കേണ്ടത്, ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒന്നും എഴുതിയിട്ടില്ല. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ മിസ് ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ്. അപ്പൊ ബിസിനസ് സ്റ്റഡീസ് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് സ്റ്റഡീസിൽ ഇപ്പോൾ ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ജസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ 8 മാർക്കിന്റെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഈ ഒരു കുട്ടി വാട്ട് ഈസ് സൂപ്പർവിഷൻ, ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് 8 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഒന്നും എഴുതിയിട്ടില്ല എന്ന് വിചാരിച്ചോ, ജസ്റ്റ് 33 നമ്പർ മാത്രം ഇട്ടിട്ടുള്ളൂ എങ്കിൽ അവിടെ ആ കുട്ടിക്ക് ഒരു മാർക്കും കിട്ടില്ല. നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം. നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ടീച്ചേഴ്സിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വാല്യുവേഷൻ ചെയ്യുന്ന ഒരാൾക്ക് പോലാണ് 0 മാർക്ക് അല്ല, ഈ 8ന് പകരം 0 മാർക്ക് അല്ലാതെ വേറെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ 33 എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട ശേഷം അറ്റ്ലീസ്റ്റ് അതെന്താണെന്നെങ്കിലും എഴുതാം. അറ്റ്ലീസ്റ്റ് ഒരു 1 പാരഗ്രാഫ്. 8 മാർക്കിന്റെ കണ്ടന്റ് എനിക്ക് അറിയില്ല, അപ്പൊ 8 മാർക്കിൽ ഞാൻ എഴുതിയിട്ടില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ അതിന്റെ രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം അങ്ങനെയാണ് നോക്കിയിരിക്കുന്നത്. സാധാരണ നല്ല ടഫ് പേപ്പർ ആണ് എങ്കിൽ ലിബറലായി നോക്കും. അങ്ങനത്തെ ലിബറലും വന്നിട്ടില്ല എങ്കിൽ നല്ല ടഫായി പിടിച്ചിട്ടും ഇപ്രാവശ്യത്തെ വാല്യുവേഷൻ പോയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ വർഷത്തേക്കാൾ സംബന്ധിച്ച് കുഴപ്പമില്ലാത്ത രീതിയിലാണ് വാല്യുവേഷൻ പോയിട്ടുള്ളത്. നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞതായിരുന്നു അതെല്ലാം. പിന്നെ അടുത്ത സെക്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് കൊമേഴ്സ് സ്ട്രീമിൽ ഇപ്പോൾ ലാംഗ്വേജ് വരുന്നുണ്ട്, മലയാളം, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഇത് രണ്ടും എല്ലാവർക്കും ഒരുപോലെയാണ്. അതായത് ഇപ്പോൾ കൊമേഴ്സിനും വ്യത്യാസമൊന്നുമില്ല, സയൻസിനും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ കൊമേഴ്സ് സ്ട്രീമിൽ ലാംഗ്വേജ് നല്ല പോലെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഷുവറായിട്ട്. ഒരുവിധം എല്ലാ സ്റ്റുഡൻസും പാസ്സാവും. അതുപോലെ എല്ലാവർക്കും A+ ഫുൾ മാർക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് നിങ്ങൾ നല്ല പോലെ മിസ് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അവിടെ എന്തെങ്കിലും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് വീണിരിക്കും, പാസ്സാകും. അത് നമുക്ക് ഷുവറാണ്. ലാംഗ്വേജിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പേടിക്കേണ്ട. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മലയാളം, ഹിന്ദിയാണ് കേട്ടോ ഉദ്ദേശിച്ചത്.
ദെൻ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് നല്ല പോലെ ബുദ്ധിമുട്ടാണ്. എന്തിനാണെന്നറിയോ? പാസ്സാവാനല്ല, പാസ്സാകാനൊക്കെ എളുപ്പമാണ്. പാസ്സാവാനും ഡബിൾ പാസ് കിട്ടുക, A+ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് നിങ്ങൾക്ക് +2ന്റെ ബേസിൽ നല്ല പോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് നോക്കുക. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കാണാപ്പാടം പഠിച്ച് ചെയ്തലൊന്നുമല്ല. നമുക്ക് വൊക്കാബുലറി ഉണ്ടോ, ഗ്രാമർ ഉണ്ടോ, അതുപോലെ നമ്മൾ നീറ്റ്നെസ്, അതുപോലെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്, അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ പിന്നെ നോക്കുക നിങ്ങൾ എത്രത്തോളം പാഠവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ പ്രസന്റ് സൊസൈറ്റിയുമായി കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇംഗ്ലീഷിൽ വാല്യുവേഷൻ നടത്തുക. നല്ലപോലെ ഇംഗ്ലീഷിൽ PhD എടുത്ത എല്ലാ ടീച്ചേഴ്സും ആണെന്ന് നോക്കാതിരിക്കുക. പിന്നെ ക്വാണ്ടിറ്റി നിങ്ങൾ എഴുതണ ഒരു ക്വസ്റ്റ്യന്റെ അളവ് എത്രത്തോളം ഉണ്ട്. 8 മാർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഒരു 2 pages ഒക്കെ എങ്ങനെ അറിഞ്ഞിരിക്കണം, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് മാർക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പാസ്സാവാൻ എളുപ്പമാണ്, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. പക്ഷേ A+ ഒക്കെ ഒരുപാട് പോവുക എല്ലാ കുട്ടികൾക്കും ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലാണ്. അപ്പൊ A+, 5 A+, ഫുൾ A+ ഒക്കെ ഉള്ള സ്റ്റുഡൻസ്, +1 ഉള്ള സ്റ്റുഡൻസ് ഇതൊന്ന് പേടിച്ചിരിക്കാം. അക്കൗണ്ടൻസിനെ സംബന്ധിച്ച് മിസ് പറയുകയാണെങ്കിൽ വളരെയധികം എളുപ്പമുള്ള പേപ്പർ ആയിരുന്നു അക്കൗണ്ടൻസിന്റെ ഈ വർഷത്തെ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് സൂപ്പർ പേപ്പർ ആയിരുന്നു. അതായത് അത്രയും എളുപ്പമായിരുന്നു അവർക്ക്. AFS കുട്ടികൾക്കാണ് കുറച്ചും കൂടി തിയറി ബേസ്ഡ് ആയിട്ട് വന്നിരുന്നത്. അപ്പൊ അതിൽ അക്കൗണ്ടൻസി എങ്ങനെ നോർമലിയാണ് പോയി ചെയ്തിട്ടുണ്ടാവുക, നമ്മളത് പേടിക്കേണ്ട. ബിസിനസ് സ്റ്റഡീസും ഇതേപോലെ നല്ല എളുപ്പമുള്ള പേപ്പർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നോർമലി കുഴപ്പമില്ലാത്ത പേപ്പർ തന്നെയായിരുന്നു. നമുക്കൊരു എവറേജ് മാർക്ക് പോലൊക്കെ പ്രതീക്ഷിക്കാം. തോൽക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതായത് തോൽക്കുന്ന കുട്ടികളുടെ പെർസെൻറ്റേജ് ഇതിലൊക്കെ കുറവാവാൻ ചാൻസ് ആണ്. പക്ഷേ ഇക്കണോമിക്സിനെ സംബന്ധിച്ച് വളരെയധികം ഒരു ചെറിയ രീതിയിൽ ഒരു ടഫുള്ള പേപ്പറായിരുന്നു ഇക്കണോമിക്സ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ ഒന്നല്ല വന്നിരുന്നത്, പ്രതീക്ഷിച്ച 8 മാർക്കൊന്നല്ല വന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നല്ല എളുപ്പമുള്ള പ്രോബ്ലംസ് ഒന്നും നമുക്ക് തവണത്തിൽ 8 മാർക്കിൽ കണ്ടിട്ടില്ല. നോർമലി ഒരു എക്കണോമിക്സ് പേപ്പറിൽ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, മീൻസ് പ്രോബ്ലം ആയിട്ടും അതുപോലെ തന്നെ തിയറി ഒക്കെ നല്ല എളുപ്പമുള്ളത് ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് ഇപ്രാവശ്യം കുറവായിരുന്നു. ജയിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പഠിച്ച സ്റ്റുഡൻസിന് A+ ഉണ്ടായിരിക്കും. അല്ലാതെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാർക്ക്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ക്വസ്റ്റ്യനുമായി ആൻസർ അടുത്ത് എത്തിയെങ്കിൽ മാർക്ക് ഇട്ട് തന്നിട്ടുണ്ടാവാം. അപ്പോൾ എക്കണോമിക്സ് ആണ് ഈ തവണ നമുക്ക് ചെറിയ രീതിയിലൊരു ടഫ് എന്ന് പറയാനുള്ളത്. ദെൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നല്ല രീതിയിൽ എളുപ്പമുള്ള പേപ്പർ ആയിരുന്നു. അതുപോലെ പൊളിറ്റിക്സ് കുഴപ്പമുണ്ടായിരുന്നില്ല, എളുപ്പമുള്ള പേപ്പർ തന്നെയായിരുന്നു. ദെൻ ഓപ്ഷനിൽ പിന്നീട് എടുത്തിട്ടുണ്ടാവുക മാത്സ് ആണ്. മാത്സും ഇതുപോലെ വലിയ പ്രശ്നമില്ലാത്ത പേപ്പർ ആയിരുന്നു. കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും നോർമലി കുഴപ്പമില്ലാത്ത ഒരു സ്ട്രക്ചറുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. പ്രാക്ടിക്കൽ എക്സാം ഒക്കെ ഉള്ള കാരണം അവിടെ നിങ്ങൾക്ക് മാർക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ മിസ് പറയാത്തത് പ്രാക്ടിക്കൽസ് ഉള്ള കാരണമാണ്. അപ്പോൾ കൊമേഴ്സ് സെക്ഷൻ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് പാസ് ആൻഡ് A+ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ. ദെൻ പിന്നീട് നിങ്ങൾക്ക് പറയാനുള്ളത്, ഒരാളും ടെൻഷൻ അടിക്കേണ്ട, നമ്മൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ നല്ല പോലെ എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നിങ്ങളെല്ലാവരും ലാസ്റ്റ് ഗെയിമിലാണെങ്കിൽ പോലും നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവാം. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികളുണ്ട് കേട്ടോ. കുറേ സ്റ്റുഡൻസ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും തപ്പിയെടുത്ത് മിസ്സിന് ക്വസ്റ്റ്യൻസ് അയച്ചു തന്നിട്ടുണ്ട്. മിസ് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞുതരും. അവർ മിസ്സിന്റെ അടുത്ത് യൂട്യൂബ് ചാനൽ കാണുന്നവർ മാത്രമാണ്, അല്ലാതെ ഓൺലൈൻ ക്ലാസ്സിന് വന്നിട്ടില്ല. അങ്ങനെ ക്രാഷ് കോഴ്സുമായി ബന്ധപ്പെടാത്ത ഒരുപാട് പേര് നമുക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തപ്പി തെരഞ്ഞു പഠിച്ച സ്റ്റുഡൻസും ഉണ്ട്, അല്ലാതെ ലാസ്റ്റ് മിസ്സിന്റെ ക്രാഷ് കോഴ്സ് മാത്രം നോക്കി വന്ന സ്റ്റുഡൻസും ഉണ്ട്. അപ്പൊ ആരാണെങ്കിലും എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കാം, A+ ഒക്കെ കിട്ടട്ടെ എല്ലാവർക്കും. നിങ്ങൾ വിചാരിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ, നല്ലപോലെ പ്രാർത്ഥിക്കാൻ മിസ് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യും. +2 റിസൾട്ട് വന്നാലുടൻ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വീഡിയോ ചെയ്യും. അതുപോലെ തന്നെ +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങളിൽ ശ്രദ്ധിക്കാനുണ്ട്. ദെൻ അതിനുശേഷം നമ്മളൊരു സാബാച്ച് ഒക്കെ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. കാരണം നമുക്കിപ്പോൾ +2 റിസൾട്ടിന്റെ കൂടെ നാളെ എന്തും കൂടി ഉണ്ടാവാം, ഒപ്പം ഒരു എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വരും. അപ്പൊ നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ് സേ ആൻഡ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ. പിന്നീട് ഈ വർഷത്തെ ലാസ്റ്റ് സേ എക്സാം വിത്തിൻ 1 മന്തിൽ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇനി അതിൽ നിങ്ങൾ പാസ്സായില്ല എങ്കിൽ പിന്നീട് നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ഇവരുടെ കൂടെ നെക്സ്റ്റ് +2 ബാച്ചിന്റെ കൂടെ എഴുതേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ലാസ്റ്റ് ചാൻസ് കൂടി നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ ആരെങ്കിലും ബൈ ചാൻസ് ഫെയിൽ ആയി എങ്കിൽ അവർ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ സേ ബാച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വരുന്ന വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്, നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ലൊരു +2 റിസൾട്ട് ആവട്ടെ നമ്മുടെ സ്റ്റുഡൻസിന്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്, താങ്ക് യു സോ മച്ച്.